കുട്ടികളെ അക്ഷരം പഠിപ്പിക്കുന്നതിന് പത്തനംതിട്ട കോന്നിയിലെ മഞ്ഞക്കടമ്പ് സ്വദേശി മുകുന്ദനാശാന് ശാരീരിക വൈകല്യം പ്രയാസമേയല്ല. കാൽ നൂറ്റാണ്ടിലധികമായി കുട്ടികൾക്ക് ബാലപാഠം പകർന്ന ആശാൻ ശാരീരിക ബുദ്ധിമുട്ടുകൾ മറികടന്ന് ഇന്നും ഇത് തുടരുകയാണ്. മഞ്ഞക്കടമ്പ് മോഹനവിലാസം വീട്ടിൽ മോഹനചന്ദ്രൻ നായരാണ് ശാരീരിക വിഷമതകൾ മറന്ന് കുട്ടികൾക്ക് ബാലപാഠം പകർന്നു നൽകുന്നത്. കാൽനൂറ്റാണ്ടിലധികമായി മാഷിത് തുടരുന്നു. ജനിച്ച് 1.5 വയസ്സുള്ളപ്പോൾ അപസ്മാരം വന്നതിനെ തുടർന്നാണ് 2 കാലുകളും കൈകളും തളർന്നത്. മറ്റൊരാളുടെ സഹായമില്ലാതെ ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥ. വിഷമതകൾ സഹിച്ച് 10ാം ക്ലാസ് വരെ പോയി. ജ്യേഷ്ഠ സഹോദരൻ സോമശേഖരൻ നായരാണ് സൈക്കിളിനു പിന്നിലിരുത്തി സ്കൂളിൽ എത്തിച്ചിരുന്നത്. ഒരിക്കൽ സൈക്കിൾ മറിഞ്ഞ് പരിക്കേറ്റപ്പോൾ സ്കൂളിൽ പോക്ക് നിർത്തി. പിന്നീട് വിവാഹപ്രായമെത്തിയപ്പോഴേക്കും കുട്ടികളെ അക്ഷരം പഠിപ്പിച്ചു തുടങ്ങിയിരുന്നു. അതിനുശേഷമായിരുന്നു വിവാഹം. പഠിക്കുന്ന കുഞ്ഞുങ്ങളെ 7ലും 8ലും 9ലും ഒക്കെ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ അക്ഷരം അറിയാൻ വയ്യാത്തവരെ ഇവിടെ വന്ന് അക്ഷരം ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അവരിവിടുന്ന് പഠിച്ചു പോയിട്ടുണ്ട്, മിടുക്കരായിട്ടുണ്ട്. അങ്ങനെ പല കുഞ്ഞുങ്ങളെയും നിലത്തടുത്ത് 3 വയസ്സുള്ള കുഞ്ഞുങ്ങളെ മാത്രമല്ല എല്ലാ ആൾക്കാരെയും ആര് വന്നാലും അക്ഷരം അറിയാൻ വയ്യാത്തവർ ആര് വന്നാലും അവരെല്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. നിലത്ത് മണ്ണ് വിരിച്ച് അതിലാണ് കുട്ടികളെ ചൂണ്ടുവിരൽ കൊണ്ട് അക്ഷരം എഴുതിച്ചിരുന്നത്. ഉണങ്ങിയ പനയോലയിൽ നാരായം ഉപയോഗിച്ച് അക്ഷരങ്ങൾ എഴുതി നൽകിയിരുന്നു. ഇപ്പോൾ ഓല മാറി നോട്ട്ബുക്കായെങ്കിലും മണ്ണിൽ തന്നെയാണ് കുരുന്നുകളെ ആദ്യാക്ഷരം എഴുതിക്കുന്നത്. പ്ലേ സ്കൂളിൽ പോയവരും അല്ലാത്ത സ്കൂളുകളിൽ പോയവരും അംഗനവാടിയിൽ പോയ കുഞ്ഞുങ്ങളും ഒക്കെ എല്ലാവരും ഇവിടെ വന്ന് രാവിലെ പഠിച്ചിട്ടാണ് പിന്നെ വീണ്ടും അംഗനവാടിയിലേക്ക് പോകുന്നത്. അങ്ങനെ എല്ലാ കുഞ്ഞുങ്ങളെയും ഞാൻ നല്ല രീതിയിൽ കൂടെ അക്ഷരം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അവർക്ക് മനസ്സിലായിട്ടുണ്ട്, അവർ പഠിച്ചിട്ടുമുണ്ട്. പ്രായവും ശാരീരിക അവശതയും കൂടിയതോടെ നിലത്തിരിക്കാൻ കഴിയാത്തതിനാൽ ചെറിയ ഡെസ്ക് നിർമ്മിച്ച് അതിൽ മണ്ണ് നിരത്തിയാണ് എഴുത്തിനിരുത്തുന്നത്. മുകുന്ദനാശാൻ അക്ഷരം പഠിപ്പിച്ച കുട്ടികളിൽ പലരും ഉന്നത സ്ഥാനങ്ങളിൽ ജോലി ചെയ്യുന്നുണ്ട്. പഠിപ്പിച്ച പിള്ളേര് ഡോക്ടർമാര്, എഞ്ചിനീയർ, അധ്യാപകര്, പോലീസുകാര്, അങ്ങനെ നിരവധി കൂടുതലും പിള്ളേർക്കൊക്കെ നല്ല ജോലി ആയിട്ട് പോയിട്ടുണ്ട്. ഇപ്പോഴും അവര് ഇവിടെ കാണാൻ വരുന്നുണ്ട്. സാമ്പത്തികമായിട്ട് ചെറിയ തോതിൽ വരുന്നവരൊക്കെ സഹായിക്കുന്നുണ്ട്. അധ്യാപക ജോലിയിൽ നിന്ന് ലഭിക്കുന്ന തുച്ഛമായ തുകയും ക്ഷേമ പെൻഷനുമാണ് കുടുംബത്തിന്റെ ആകെ വരുമാനം. മാഷിന് എല്ലാ പിന്തുണയുമായി ഭാര്യ രമയും ഒപ്പമുണ്ട്. ന്യൂസ് മലയാളം, പത്തനംതിട്ട.